Dear students, today we are going to study the address translation in protected virtual address mode. Objective: to understand the address translation in protected virtual address mode of 80386 microprocessor. 80386 പ്രോസസ്സറിന് PVAM രണ്ട് മോഡിൽ വർക്ക് ചെയ്യാം, നോൺ പേജ്ഡ് മോഡിലും പേജ്ഡ് മോഡിലും. അപ്പോൾ ആദ്യം നമുക്ക് നോൺ പേജ്ഡ് മോഡിലാണെങ്കിൽ എങ്ങനെയാണ് അഡ്രസ്സ് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 80386 ഒരു മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ഉണ്ട്. ഈ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിൽ രണ്ട് സബ് യൂണിറ്റ്സ് ആണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് ഒരു സെഗ്മെൻറ്റേഷൻ യൂണിറ്റും ഉണ്ട്, ഒരു പേജിങ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ നോൺ പേജ്ഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ പേജിങ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ അവിടെയില്ല, സെഗ്മെൻറ്റേഷൻ യൂണിറ്റാണ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെഗ്മെൻറ്റേഷൻ യൂണിറ്റിൽ ഈ അഡ്രസ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒരു സെലക്ടർ ഉണ്ടാവും, ഒരു ഓഫ്സെറ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റർ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോൺ പേജ്ഡ് മോഡെന്ന് പറയുമ്പോഴേക്കും വെർച്വൽ മെമ്മറി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ശരിക്കും ആക്ച്വൽ ഫിസിക്കൽ മെമ്മറി 4 GB ഓഫ് ഫിസിക്കൽ മെമ്മറി മാത്രമേ നമ്മൾ ഇവിടെ പ്രോസസ്സർ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നോർമൽ 8086 പ്രോസസ്സർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണോ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ നടക്കുന്നത്, അതേ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെയും ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. നോൺ പേജ്ഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അഡ്രസ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ നോർമലി പറയുക ലീനിയർ അഡ്രസ്സ് എന്നാണ്. ഈ ലീനിയർ അഡ്രസ്സിൽ നിന്നുമാണ് പേജിങ് യൂണിറ്റ് അടുത്തൊരു ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് പേജ്ഡ് മോഡിലാണെങ്കിൽ. ഇനി നോൺ പേജ്ഡ് മോഡിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേജിങ് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ഇല്ല, ഇവിടെ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ലീനിയർ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ ലീനിയർ അഡ്രസ്സ് തന്നെയാണ് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. നോൺ പേജ്ഡ് മോഡിൽ 80386 പ്രോസസ്സർ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 80386 പ്രോസസ്സർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, ചില റിയൽ മോഡിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് ചെയ്യും. അത് കൂടാതെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഡീഷണൽ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സും കൂടി ഇവിടെ ഉണ്ടാവും. ആ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ഒരു സെഗ്മെൻറ്റിൽ തുടർച്ചയായിട്ടാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നും വെളിയിലേക്ക് പോകുന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു മെമ്മറി സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സെഗ്മെൻറ്റിൽ തന്നെയാണ് പ്രോഗ്രാം എന്ന് ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ എസെൻഷ്യലായിട്ടുള്ള ഡേറ്റ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഡേറ്റാസ് എന്താണ് അൺഇൻറ്റൻഷനലി ഓവർ റിട്ടൺ ആയിട്ടില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം ഇതൊന്നും തിരുത്തി എഴുതപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പുവരുത്തും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒന്നും കൂടി പറയാം എന്തൊക്കെയാണ്. പ്രോഗ്രാം ഒരു സെഗ്മെൻറ്റിലാണല്ലോ സ്റ്റോർ ചെയ്യുക, അപ്പോൾ ആ സെഗ്മെൻറ്റിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറിയിലാണെന്നും ആ സെഗ്മെൻറ്റിന് വെളിയിൽ പോയിട്ടില്ല എന്നും, അതുപോലെ തന്നെ അൺഇൻറ്റൻഷനലി ഓവർ റിട്ടൺ ആയിട്ടില്ല ഡേറ്റ, എസെൻഷ്യൽ ഡേറ്റാസ് ഒന്നും എന്താണ് തിരുത്തി എഴുതപ്പെട്ടിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തിക്കൊണ്ട് 8086 വർക്ക് ചെയ്യുന്ന രീതിയിൽ നോർമലായിട്ട് തന്നെ നോൺ പേജ്ഡ് മോഡിൽ വർക്ക് ചെയ്യും 80386 മൈക്രോപ്രോസസ്സർ. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ആ ലീനിയർ അഡ്രസ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നോൺ പേജ്ഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ലീനിയർ അഡ്രസ്സ് തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു PVAMൽ 2 രീതിയിൽ വർക്ക് ചെയ്യാം, നോൺ പേജ്ഡ് മോഡിലും വർക്ക് ചെയ്യാം, പേജ്ഡ് മോഡിലും വർക്ക് ചെയ്യാം. നോൺ പേജ്ഡ് മോഡിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിലെ ഒറ്റ യൂണിറ്റ് മാത്രമേ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ, സബ് യൂണിറ്റ്. ഏതാണ്? സെഗ്മെൻറ്റേഷൻ യൂണിറ്റ്. അപ്പോൾ അവിടെ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ലീനിയർ അഡ്രസ്സ് മാത്രം മതി, അത് തന്നെയാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഫിസിക്കൽ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെലക്ടറായിട്ട് യൂസ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെഗ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ടല്ലോ, സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റാണ് ഈ ഡിസ്ക്രിപ്റ്ററിനെ സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്ററിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ഉണ്ടാവും, സെഗ്മെൻറ്റിൻ്റെ ലിമിറ്റ് എത്ര വരെ ഉണ്ട് സെഗ്മെൻറ്റ് എന്നുള്ളത് കാണിക്കാനുണ്ടാവും, അതുപോലെ തന്നെ സെഗ്മെൻറ്റിൻ്റെ ആക്സസ് റൈറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ റൈറ്റ്സ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ സെലക്ടർ എന്ന് പറയുന്നത് എന്താണ്,
നമ്മുടെ സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ കണ്ടൻ്റ് ആണ് സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെലക്ടർ യൂസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്റ്ററിനകത്തുനിന്ന് എന്താണ് ഈ ഒരു ബേസ് അഡ്രസ്സ്, സെഗ്മെൻറ്റിന് ബേസ് അഡ്രസ്സ് എടുക്കും. എന്നിട്ട് അതിനെ ഈ ഓഫ്സെറ്റ് അഡ്രസ്സുമായിട്ട് ചേർത്ത് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് വെച്ചാൽ. ദാറ്റ് ഈസ് അത് ലീനിയർ അഡ്രസ്സാണ്. ഇത് നോൺ പേജ്ഡ് മോഡ് ആയതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി 8086 മൈക്രോ പ്രോസസ്സറിനെ കമ്പയർ ചെയ്യുമ്പോൾ 8036 മൈക്രോ പ്രോസസ്സറിന് 6 സെഗ്മെൻ്റാണ് ഉള്ളത്. നമ്മൾ 8086 പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു അവിടുത്തെ 4 സെഗ്മെൻ്റ് എന്ന് പറയുന്നത് CS, DS, ES ആൻഡ് SS. ഇതാണ് ആ 4 സെഗ്മെൻറ്റ്സ് 8086-ലുള്ളത്. അപ്പോൾ 8036-ൽ വരുമ്പോഴത്തേക്ക് 6 സെഗ്മെൻ്റ് ആണ്. നമ്മുടെ നോർമലായിട്ടുള്ള CDE NS ഈ 4 സെഗ്മെൻറ്റ് കൂടാണ്ട് ഇവിടെ 2 സെഗ്മെൻറ്റും കൂടിയുണ്ട്, FSും GSും. അതിത് ആൽഫബറ്റിക് ഓർഡറിലങ്ങ് എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. CSും SSും ദറ്റ് ഈസ് കോഡ് സെഗ്മെൻറ്റ് ആൻഡ് സ്റ്റാക്ക് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, കാര്യം ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും. ബാക്കിയുള്ള ഈ 4 സെഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഈ 4 എണ്ണവും യൂസ് ചെയ്യുന്നത് ഡേറ്റ സെഗ്മെൻ്റ് ആയിട്ടാണ്. അവിടെ എങ്ങനെയായിരുന്നു? DSും ESും ആയിരുന്നു ഡേറ്റ സെഗ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. കാര്യം എക്സ്ട്രാ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. CSും SSും എന്തായിരുന്നു? കോഡ്സ് യൂസ് വെച്ചാൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ. അതേപോലെ തന്നെയാണ് ഇവിടെയും CSും SSും പ്രോഗ്രാം കോഡ്സ് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള 4 സെഗ്മെൻറ്റ്സും ഇവിടെ യൂസ് ചെയ്യുന്നത് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്. 8086 പ്രോസസ്സർ വർക്ക് ചെയ്യുന്ന പോലെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? 8086 പ്രോസസ്സർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? 1 MB ഫിസിക്കൽ മെമ്മറിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഫിസിക്കൽ മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 4 GB ആണ് അല്ലേ. പക്ഷേ എന്താണ്, ഇത് നോൺ പേജ്ഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ സൈസും എത്രയാണ്? 1 MB തന്നെയാണ്. ആ 1 MB എന്ന് പറയുന്നത് ഈ 4 GB മെമ്മറിയുടെ എവിടെ വേണമെങ്കിലും ആകാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കണം. അപ്പോൾ ഈ 4 GB എവിടെ വേണമെങ്കിലും ഈ 1 MB യൂസ് ചെയ്യാം, പക്ഷേ അത് കണ്ടിന്യൂസ് ലൊക്കേഷൻസ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ PVAM നോൺ പേജ്ഡ് മോഡിലാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇതൊരു നോർമൽ 8086 പ്രോസസ്സർ വർക്ക് ചെയ്യണ പോലെ തന്നെയായിരിക്കും. ചില റിയൽ 8086 മോഡിലായിരിക്കും വർക്ക് ചെയ്യുക, വിത്ത് അഡീഷണൽ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് എ സെലക്ടർ, എ ഡിസ്ക്രിപ്റ്റർ ആൻഡ് ആൻ ഓഫ്സെറ്റ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് എന്താണ്? 32 ബിറ്റ് ലീനിയർ അഡ്രസ്സാണ്. ആ ലീനിയർ അഡ്രസ്സിനെ തന്നെ എന്തായിട്ട് യൂസ് ചെയ്യും? ഫിസിക്കൽ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നോൺ പേജ്ഡ് മോഡിൽ അഡ്രസ്സ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് പേജ്ഡ് മോഡിൽ എങ്ങനെയാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ നടക്കുന്നതെന്ന് നോക്കാം. പേജ്ഡ് മോഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിൽ 8086-ന് 2 സബ് യൂണിറ്റ്സ് ആണുള്ളത്, സെഗ്മെൻറ്റേഷൻ യൂണിറ്റും പേജിങ് യൂണിറ്റും. ഈ 2 യൂണിറ്റും ഇവിടെ വർക്ക് ചെയ്യും. അപ്പോൾ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഒരു 32 ബിറ്റ് ലീനിയർ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. എങ്ങനെ? എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ബൈ യൂസിങ് സെലക്ടർ, ഡിസ്ക്രിപ്റ്റർ ആൻഡ് ഓഫ്സെറ്റ്. ഇത് 3 യൂസ് ചെയ്തിട്ടാണ് 32 ബിറ്റ് ലീനിയർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. എവിടെയാണ്? നോൺ പേജ്ഡിൽ. അത് തന്നെ ഫിസിക്കൽ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യും. പക്ഷേ പേജ്ഡ് മോഡിലും എങ്ങനെ തന്നെയാണ്? ഈ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് 32 ബിറ്റ് ലീനിയർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ 32 ബിറ്റ് ലീനിയർ അഡ്രസ്സിനെ പേജിങ് യൂണിറ്റിലേക്ക് സപ്ലൈ ചെയ്യും. ഈ പേജിങ് യൂണിറ്റ് ഈ 32 ബിറ്റ് ലീനിയർ അഡ്രസ്സിനെ 32 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളാം, ഇവിടെ കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. 8036 മൈക്രോ പ്രോസസ്സറിന് 4 കൺട്രോൾ രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. CR0, CR1, CR2 ആൻഡ് CR3. ഇത് 4ഉം 32 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ കൺട്രോൾ രജിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളാം, ഈ ഒരു പാർട്ടെന്ന് പറയുന്നത് 8036 മൈക്രോ പ്രോസസറിന് ഇൻസൈഡ് നടക്കുന്ന ഫങ്ഷൻസ് ആണ്. ഇവിടെയാണ് നമ്മുടെ മെമ്മറിയുടെ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു മെമ്മറിയിൽ നമുക്ക് ഈ പേജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജിങ് പഠിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു പേജ് ഡയറക്ടറി ഉണ്ട്, പേജ് ടേബിൾ ഉണ്ട്, പിന്നെ പേജസ് ചില നമ്മുടെ യൂസർ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഈ മെമ്മറി എന്ന് പറയുന്ന ഈ പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പേജിങ് നടക്കുന്ന കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 32 ബിറ്റ് ലീനിയർ അഡ്രസ്സ് പേജിങ് യൂണിറ്റിലേക്ക് തന്നിരിക്കുകയാണ്.
32 ബിറ്റ് ലീനിയർ അഡ്രസ്സിനെ പേജിംഗ് യൂണിറ്റിലേക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 32 ബിറ്റ് ലീനിയർ അഡ്രസ്സിനെ ഇവിടെ 3ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ലോവർ 12 ബിറ്റ്സ് ഓഫ്സെറ്റ് എന്ന് പറയുന്നു. അടുത്ത 10 ബിറ്റ്സ് നമ്മൾ പേജ് ടേബിളിനെ ഉള്ള എന്താണ് ഇൻഡിക്കേഷനാണ്. അതുപോലെ തന്നെ അടുത്ത 10 ബിറ്റ്സ് എന്ന് പറയുന്നത് പേജ് ഡയറക്ടറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഹയർ 10 ബിറ്റ്സ് പേജ് ഡയറക്ടറിക്കും, നെക്സ്റ്റ് 10 ബിറ്റ്സ് പേജ് ടേബിളിനും, ലാസ്റ്റ് 12 ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഓഫ്സെറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആ ഹയർ 10 ബിറ്റ്സ് ആണല്ലോ, ആ 10 ബിറ്റ്സ് ഇങ്ങോട്ട് വന്നിട്ട് ഈ കൺട്രോൾ രജിസ്റ്ററിൻ്റെ CR3 എന്ന് പറയുന്ന ആ കൺട്രോൾ രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത് പേജ് ഡയറക്ടറിയുടെ ബേസ് അഡ്രസ്സാണ്. അപ്പോൾ പേജ് ഡയറക്ടറിയുടെ ബേസ് അഡ്രസ്സ് എവിടെയുണ്ട്? CR3 എന്ന് പറയുന്ന കൺട്രോൾ രജിസ്റ്ററിലുണ്ട്. അപ്പോൾ പേജ് ഡയറക്ടറിയുടെ ബേസ് അഡ്രസ്സും നമുക്ക് ഈ വന്ന 32 ബിറ്റ് ലീനിയർ അഡ്രസ്സിൻ്റെ ഹയർ 10 ബിറ്റ്സും കൂടി ചേർത്ത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പേജ് ഡയറക്ടറിയിലുള്ള പേജ് ടേബിളിൻ്റെ എൻട്രി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പേജ് ഡയറക്ടറിക്കകത്ത് 1 കിലോ പേജ് ടേബിളിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് പേജ് ഡയറക്ടറിയിൽ നിന്ന് എന്താ കിട്ടുന്നത്? പേജ് ടേബിളിൻ്റെ ഇൻഫർമേഷനാണ് കിട്ടുക. അപ്പോൾ ആ പേജ് ടേബിളിൻ്റെ എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? പേജ് ടേബിളിൻ്റെ എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നമുക്ക് വന്നിരിക്കുന്ന 32 ബിറ്റ് ലീനിയർ അഡ്രസ്സിൻ്റെ ഹയർ 10 ബിറ്റ്സും C3 എന്ന് പറയുന്ന കൺട്രോൾ രജിസ്റ്ററിനകത്ത് ഡയറക്ടറിയുടെ ബേസ് അഡ്രസ്സ് ഉണ്ട്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പേജ് ടേബിളിൻ്റെ എൻട്രി കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുക? ഈ പേജ് ടേബിളിൻ്റെ എൻട്രി ഉണ്ടല്ലോ, ആ പേജ് ടേബിളിൻ്റെ എൻട്രി എന്നൊരു അഡ്രസ്സ് ഒരു വാല്യൂ ഉണ്ടല്ലോ, അതും പിന്നെന്താണ് ഇവിടെ നമുക്ക് അടുത്ത 10 ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പേജ് ടേബിളിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ആ 10 ബിറ്റ്സും ഇവിടുന്ന് കിട്ടിയ പേജ് ടേബിൾ എൻട്രിയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? അടുത്ത നമുക്ക് കിട്ടാൻ പോകുന്നത് പേജിൻ്റെ എൻട്രിയാണ് കിട്ടുക. പേജിനെ നമ്മൾ പേജ് ഫ്രെയിം എന്ന് പറയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓരോ പേജിൻ്റെ സൈസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ പേജ് ടേബിളിൻ്റെ എൻട്രി നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ആ പേജ് ടേബിളിൻ്റെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പേജ് ടേബിളിൻ്റെ അല്ല, പേജിൻ്റെ എൻട്രി കിട്ടും, പേജിൻ്റെ അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേജിൻ്റെ അഡ്രസ്സ് എന്നൊന്നും അല്ല പറയണത്, അതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് ആണുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരു 4 ബൈറ്റ് ഇൻഫർമേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിനകത്ത് ഈ 4 CS-ൻ്റെ IP ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി അത് അങ്ങനെയൊന്നും അല്ല. ഈ മെമ്മറി മാനേജ്മെൻറ്റ് ഓഫ് 80386 എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പോർഷനാണ്. അത് ശരിക്കും ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞു തരേണ്ടത്, വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഒരു സിലബസിൻ്റെ ഒരു മൊഡ്യൂൾ തന്നെ ആക്കാവുന്ന ഒരു പോർഷനാണത്. പക്ഷേ അത് നമുക്ക് ഡിപ്ലോമയുടെ സിലബസിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു ചെറിയ ടോപ്പിക്കായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അങ്ങനെ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് അതൊക്കെ വേണ്ടി വരിക. ഇനി നിങ്ങൾക്കത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു വീഡിയോ ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് 1 by 1 ആയിട്ട് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ശരിക്കും നമ്മൾ ഡിസ്ക്രിപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വളരെ ലഘുവായിട്ട് പറഞ്ഞങ്ങ് പോയി. ആ ഡിസ്ക്രിപ്റ്റർ ടേബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഗ്ലോബൽ ഡിസ്ക്രിപ്റ്റർ ടേബിൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് എന്താ പറയുക, ഒന്ന് ലഘുവാക്കി പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞു പേജ് ടേബിളിനകത്ത് നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? പേജ് ഫ്രെയിം എൻട്രി കിട്ടും എന്ന് പറഞ്ഞു അല്ലേ? പക്ഷേ പേജ് ഫ്രെയിമിൻ്റെ എൻട്രി നമുക്ക് പേജ് ടേബിളിനകത്ത് നിന്ന് കിട്ടും. ദാറ്റ് ഈസ് പേജിൻ്റെ എൻട്രി. അപ്പോൾ പേജിൻ്റെ എൻട്രി എന്ന് പറയുന്നത് 20 ബിറ്റ്സ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ ആ 20 ബിറ്റ്സിൻ്റെ കൂടെ ഈ 12 ബിറ്റ്സും കൂടെ ചേർക്കും. ആഡീഷൻ അല്ല ശരിക്കും ഇവിടെ നടക്കുന്നത്, നമ്മുടെ ഒരു കൺകാറ്റിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20യുടെ കൂടെ ഈ 12നെയും കൂടെ അങ്ങ് ചേർത്ത് എഴുതും. ആഡ് ചെയ്യല്ലേ ചെയ്യണേ, 20യുടെ കൂടെ 12നെയും കൂടെ ചേർത്ത് എഴുതുകയാണ് ചെയ്യണേ. അങ്ങനെ ചേർത്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്കൊരു 32 ബിറ്റ് അഡ്രസ്സ് കിട്ടും. ആ 32 ബിറ്റ് അഡ്രസ്സാണ് നമ്മുടെ ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. പേജ്ഡ് മോഡാണെന്നുണ്ടെങ്കിൽ
മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെ സെഗ്മെൻറ്റേഷൻ യൂണിറ്റും വർക്ക് ചെയ്യണം, പേജിങ് യൂണിറ്റും വർക്ക് ചെയ്യണം. അപ്പോൾ സെഗ്മെൻറ്റേഷൻ യൂണിറ്റ് ലീനിയർ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യും ബൈ യൂസിങ് സെലക്ടർ, ഡിസ്ക്രിപ്റ്റർ ആൻഡ് ഓഫ്സെറ്റ്. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ ആ വരുന്ന ലീനിയർ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു 32 ബിറ്റ് ലീനിയർ അഡ്രസ്സാണ്. അപ്പോൾ അതിനെ ഇവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 12 ബിറ്റ് ഓഫ്സെറ്റ്, 10 ബിറ്റ്സ് ഫോർ ടേബിൾ എൻട്രി, ദ മോസ്റ്റ് 10 ബിറ്റ് ഫോർ ഡയറക്ടറി എൻട്രി. അപ്പോൾ ഇവിടെ കൺട്രോൾ രജിസ്റ്റർ ഉണ്ട് 4 അതിലെ C3 എന്ന് പറയുന്ന കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ളത് ഡയറക്ടറിയുടെ ബേസ് അഡ്രസ്സ് ആണ്. അപ്പോൾ ഈ അഡ്രസ്സും എടുത്തു. ഇവിടുന്ന് വരുന്ന ഈ ലീനിയർ അഡ്രസ്സിൻ്റെ 10 ബിറ്റ്സും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ പേജ് ടേബിളിൻ്റെ എൻട്രി കിട്ടും. ആ പേജ് ടേബിളിൻ്റെ എൻട്രിയും അടുത്ത 10 ബിറ്റും കൂടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് പേജ് ഫ്രെയിമിൻ്റെ എൻട്രി കിട്ടും. പേജ് ഫ്രെയിമിൻ്റെ എൻട്രി എന്ന് പറയുന്ന ഒരു 20 ബിറ്റ് ആണ്. ഈ 20 ബിറ്റിൻ്റെ കൂടെ ഈ 12 ബിറ്റും കൂടി കൺകാറ്റിനേഷൻ നടത്തുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് ഇവിടെ കിട്ടും. ഇന്നത്തെ സ്ലൈഡിൽ ഞാൻ പോയിൻറ്റ്സ് ആയിട്ടൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ക്ലാസ് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങളത് എഴുതി വയ്ക്കുക. ഞാൻ ഈ അഡ്രസ് ട്രാൻസ്ലേഷൻ്റെ നോട്ട്സ് PDF ആയിട്ട് തരാം. പക്ഷേ ഇത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.